അവർക്ക് ഷോൾഡർ പെയിന്, മുട്ടിന് വേദന, നടുവിന് വേദന, പലപ്പോഴും ഇവർക്ക് ആക്സിഡൻറ്റ് സംഭവിക്കാറുണ്ട് ഈ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പേഷ്യൻ ലിഫ്റ്റിംഗ് ഒക്കെ വന്നിരിക്കുമ്പോൾ. അപ്പോൾ ഇപ്പോൾ ഈ ഷോൾഡർ പെയിനാണ് മെയിനായിട്ട് ആൾക്കാർ പറയുന്നത്. ഒരു പലപ്പോഴും നാട്ടിൽ പോയാണ് ഈ ഷോൾഡർ പെയിന്, ബോഡി പെയിനൊക്കെ വന്നു കഴിയുമ്പം ട്രീറ്റ് ചെയ്യുന്നത്. അത് പലർക്കും എല്ലാവരെ കൊണ്ടും ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ നാട്ടിൽ പോകണം, സമയം കിട്ടണം, നമുക്ക് വേദന ഉള്ളപ്പോൾ ആയിരിക്കില്ല നമുക്ക് പോകാൻ പറ്റുന്നത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇനി ഒരു കണ്ടിന്യൂവേഷനും വേണമല്ലോ. അപ്പോൾ നാട്ടിൽ പോയി 2 ആഴ്ചത്തെ ചെയ്തു, തിരിച്ചിവിടെ വന്നു, ഒരാഴ്ചയൊന്നും കുഴപ്പമില്ല, 2ാമത്തെ ആഴ്ച 3ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പിന്നെ ബാക്ക് ടു നോർമൽ നമ്മുടെ ഡെയിലി റൊട്ടീനിലേക്ക് വരുമ്പോഴത്തേക്കും പിന്നെ ആ വേദനയൊക്കെ തിരിച്ച് വരാറുണ്ട്. അങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഡോക്ടറിനെ പോലെയുള്ള ഇവിടെ ക്ലിനിക്കുള്ള എന്തുമാത്രം ഗുണകരമാണ്, അവർക്കതെങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? കുറച്ച് പേര് നാട്ടിൽ പോയി ചെയ്യുന്നവരുണ്ട്. നാട്ടിൽ പോയി ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സെറ്റ് ഓഫ് ആൾക്കാരാണെങ്കിൽ അവർ അത് കഴിഞ്ഞിട്ട് ഒരു 1 in 2 months അല്ലെങ്കിൽ 1 in 3 months അല്ലെങ്കിൽ ഇപ്പോൾ ഇനി അവരുടെ ഹെൽത്ത് ഇഷ്യൂ പോലെ കൂടുതൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ 1 a month നമുക്ക് ഇവിടെ വന്നിട്ട് നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരൊറ്റ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ കുറേ ആയി വേഴ്സായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിനൊരു 2 weeks ഒക്കെ എടുത്താലേ നമുക്കത് ബെറ്റർ ആക്കി എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഒരു വീക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിലത്തെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും മസിൽ സ്റ്റിഫ്നെസ്സസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ റിലീസ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ ചെറിയ ഇപ്പോൾ ഈ ഹെർബൽ ഓയിൽസ് അതാണ് ആയുർവേദ മസാജിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അതായത് നമ്മൾ ഹെർബൽ ഓയിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ആ ഹെർബൽ ഓയിൽസിൽ തന്നെ കുറേ ഹെർബ്സ് ഉണ്ട്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഹെർബ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള ആ പ്രോപ്പർ പോയിന്റിൽ പിന്നെ ആയുർവേദ മസാജിൻ്റെ വേറൊരു ഇതാണ് എനർജി പോയിന്റ്സ് ആണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു മസിൽ റിലീസ് മാത്രമല്ല. അപ്പോൾ ആ എനർജി പോയിന്റ് റിലീസ്, മസിൽ റിലീസ്, അങ്ങനെയൊക്കെ നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളത് കുറേ ബെറ്റർ ആവും. നമ്മൾ ആ വേഴ്സ് സ്റ്റേജിലേക്ക് പോകാൻ നമ്മൾ ബോഡിയെ അലൗ ചെയ്യുന്നില്ല. അതിന് മുൻപേ നമ്മളത് ബെറ്റർ ആക്കി എടുക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്, നാട്ടുന്നവർ ചിലപ്പോൾ പറഞ്ഞു വിടുന്നൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ഇവിടെ വരുമ്പോൾ ആൾക്കാർ മറന്നു പോകുന്ന കാര്യമാണ് സ്ട്രെച്ചസ്. അതായത് ഡെയിലി റെഗുലർ സ്ട്രെച്ചസ് ചെയ്യേണ്ടത്, ഷോൾഡർ സ്ട്രെച്ചസ്, നെക്ക് സ്ട്രെച്ചസ്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അവരുടെ പിന്നെ സ്ട്രെച്ചസ് മാത്രമല്ല, ഞാനത് നമ്മുടെ മലയാളീസിൻ്റെ മലയാളീസ് മാത്രമല്ല ഇന്ത്യൻസ് അങ്ങനത്തെ വേറൊരു ഇത് കണ്ടിരിക്കുന്നത്, നമ്മളിപ്പോൾ ഓക്കെ എക്സസൈസൊക്കെ ചെയ്യണം, നമ്മൾ ഹെൽത്തി ആവണം എന്ന് വിചാരിച്ചാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ വാക്ക് ചെയ്തു തുടങ്ങും. നമ്മൾ വാക്ക് ചെയ്യും. വാക്ക് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ഓക്കെയാണ്, നമ്മൾ കുറേയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ വിചാരിക്കും. അത് കഴിഞ്ഞ് അടുത്ത ചിലപ്പോൾ ആൾക്കാർ യോഗ ചെയ്യും, അല്ലെങ്കിൽ വാക്കിങ്, യോഗ. ഇത് രണ്ടും കൊണ്ട് ചിലപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഇത് രണ്ടും നല്ല എക്സസൈസസ് ആണ്, നമ്മളെല്ലാവരും ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ട ലെവലാണ് സ്ട്രെങ്തനിങ്. ആ സ്ട്രെങ്തനിങ് ആസ്പെക്റ്റ് കുറേ പേർക്ക് നമുക്ക് സമയം കിട്ടുന്നില്ല, നമ്മൾ മറന്നു പോകുന്നു, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ അധികം ഫോക്കസ്ഡ് അല്ല. ഈ നമ്മുടെ ഏജ് കൂടി വരുന്തോറും നമ്മുടെ മസിൽ സ്ട്രോങ് അല്ലെങ്കിൽ നമ്മുടെ ഈ ജോയിൻസിനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്കവിടെ ഒന്നുമില്ല. അതുകൊണ്ടാണ് നമുക്ക് പിന്നെയും ഈ പെയിൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഏത് ജോയിൻ്റ് ആണെങ്കിലും, ഷോൾഡർ ജോയിൻ്റ് ആണെങ്കിൽ ആ ജോയിൻ്റ്, ആ മസിൽസ്, അതിൻ്റെ അഡ്ജസൻറ്റ് മസിൽസ്, ഇപ്പോൾ ഈ ഷോൾഡറിൻ്റെ ആണെങ്കിൽ ഇവിടെ ഇങ്ങോട്ടുള്ളത് നെക്ക് മസിൽസ്, അതേപോലെ അപ്പർ ബാക്ക് മസിൽസ്, കയ്യിലേക്കുള്ള മസിൽസ്, ഇത്രയും മസിൽസ് സ്ട്രോങ്ങും അതേപോലെ ഫ്ലെക്സിബിളും ആണെങ്കിൽ മാത്രമേ നമ്മൾ ആ ഷോൾഡർ ജോയിൻറ്റ് സ്ട്രോങ് ആവുന്നുള്ളൂ. അപ്പോൾ അതാണ് ഒരു കാര്യം. നമ്മൾ നാട്ടിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നമുക്കത് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് പിന്നെയും വരും. അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ 50% നമ്മുടെ കയ്യിലുള്ളത്. നമ്മൾ ഡെയിലി നമ്മളത് ഫ്ലെക്സിബിളായിട്ട്, പ്രത്യേകിച്ച് നമ്മൾ ഫിസിക്കലി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലാത്തവരും അതെ. ഇപ്പം സെഡൻറ്ററി എന്ന് പറയാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ IT ഫീൽഡാണെങ്കിൽ അവർ ഇരിക്കുന്നേ ഉള്ളൂ, അവർക്ക് ലിഫ്റ്റിംഗ് ഒന്നും വരുന്നില്ല. പക്ഷേ അവർക്കും കുറേ ഷോൾഡർ ഇഷ്യൂസ് ഉണ്ട്, കാരണം പോസ്ചർ കറക്റ്റ് അല്ലാത്തത് കൊണ്ട്. അപ്പോൾ പോസ്ചർ മെയിൻ്റനൻസ്, പിന്നെ സ്ട്രെച്ചിങ്, റെഗുലർ സ്ട്രെച്ചിങ്. പോസ്ചർ മെയിൻ്റനൻസിൽ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, കിടക്കുമ്പോൾ ഉള്ള പൊസിഷൻ. നമ്മൾ ഇപ്പോൾ കുറേ നാൾ നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഒരു ഫേവറേറ്റ് സൈഡ് ഉണ്ട്. അതെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ജോയിൻറ്റിലേക്കാണ് നമ്മുടെ ഹോൾ ബോഡി വെയിറ്റ് വരുന്നത്. അപ്പോൾ ആ ജോയിൻറ്റിന് ഇപ്പോൾ ഓൾറെഡി അതൊരു വീക്ക് ജോയിൻ്റ് ആണ്, ഇഞ്ചുവേർഡ് ജോയിൻ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ ഇഷ്യൂസ് വരാൻ ചാൻസസ് ഉണ്ട്. ഇനി അതല്ല, ഇപ്പോൾ പൊതുവേ കണ്ടിരിക്കുന്നത് ഓൾറെഡി ലെഫ്റ്റ് ഷോൾഡറിന് ഇഞ്ചുറി ഉണ്ട്. അപ്പോൾ ആൾക്കാർ റൈറ്റ് കൊണ്ട് കൂടുതൽ ചെയ്ത് ഈ റൈറ്റ് ജോയിൻറ്റിനും കൂടെ അടുത്ത് പെയിൻ വരും. ഇതിപ്പോൾ ഇങ്ങനെ ഈ പോസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവരും ഈ ഐഫോൺ എന്നല്ല, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കും, ഫുൾ ടൈം സോഷ്യൽ മീഡിയയിലാണ്, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യണം. ഇപ്പോൾ പോസ്റ്റർ ശരിയല്ലാത്തതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഈ നെക്കിൻ്റെ ഇവിടെ പെയിൻ വരിക,
അതേപോലെ തന്നെ ഒരു നമ്നെസ് ഫീൽ ചെയ്യുക, അത് നേരെ താഴെ വരെയൊക്കെ വരാറുണ്ടെന്ന് തോന്നുന്നു ഇല്ലേ? അതെ അതെ. അത് വേണമെങ്കിൽ അത് തന്നെയായിരിക്കും ചിലപ്പോൾ വേണമെങ്കിൽ ആൾക്കാർ കാലേക്കൂടെ വരുന്നതും ഈ സെയിം വരുന്നതും കാലിലേക്ക് വരുന്നത് ലോവർ ബാക്കിന്റെ ഇഷ്യൂ ഉണ്ട്. അതാണ് സയാറ്റിക്ക എന്ന് നമ്മൾ പറയുന്നത്. അപ്പം അതെന്ത് ചെയ്യാൻ പറ്റും? കാരണം അതൊരു മോഡേൺ ആയിട്ടുള്ള ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വേണമെങ്കിൽ കണ്ടുവരുന്നൊരു അസുഖമായിരിക്കും ഈ പോസ്ചറൽ ഇഷ്യൂസ്, സ്പെഷ്യലി ഈ ഫോണിൽ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഫോണിൽ ഇങ്ങനെയാണ് പോകുന്നത്. അതെ 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 അതെ. പോസ്ചറൽ ഇഷ്യൂസിന് നമുക്ക് ഒരു കാര്യം, നമുക്ക് പോസ്ചർ കറക്ഷൻ ബാൻഡ്സ് അവൈലബിൾ ആണ്, നമുക്ക് ഓൺലൈനൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് നമ്മൾ ചിലപ്പോൾ നമുക്ക് തന്നെ ഓർക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ആ പോസ്ചർ കറക്ഷൻ ബാൻഡ് ഇട്ട് കഴിഞ്ഞാൽ പോസ്ചർ മെയിൻ ആയിട്ട് നമ്മുടെ ബാക്ക് ബോൺ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. പിന്നെ അതേപോലെ ഷോൾഡേഴ്സ് വൈഡ് ഓപ്പൺ, അതായത് അപ്പ് ബാക്ക് ഡൗൺ, അതാണ് നമ്മുടെ ഷോൾഡറിന്റെ പൊസിഷൻ. ഞാൻ ആക്ച്വലി ചിലപ്പോൾ പേഷ്യൻസിനോട് പറയുമ്പോൾ അവർ ഇതൊരു വിയേർഡ് പൊസിഷൻ പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന്, കാരണം നമ്മൾ അതിന് യൂസ് ടു അല്ല. അപ്പം നമ്മളൊരു ചെറിയ സ്ലൗച്ച് ചെയ്തിരുന്നിട്ടാണ് നമുക്കത് ഒരു ശീലം. അപ്പം ബാക്ക് ബോൺ സ്ട്രേറ്റ്, നമ്മളിപ്പോൾ ഒരു ലീൻ ബാക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ ദാറ്റ്സ് ഫൈൻ. അതല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റർ, നമ്മുടെ ഒരു വർക്കിംഗ് പൊസിഷൻ അല്ലെങ്കിൽ അത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതാണ് നമ്മുടെ റൈറ്റ് പൊസിഷൻ. ആ പോസ്റ്റർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒന്ന്, ഞാനിപ്പോൾ ചിലരോടൊക്കെ പറയാറുണ്ട്, ഫാമിലി മെമ്പേഴ്സിനോട് പറയണം, ഞാൻ സ്ലൗച്ച് ചെയ്യുകയാണെങ്കിൽ എന്നെ റിമൈൻഡ് ചെയ്യിക്കണം എന്ന് പറയാറുണ്ട്. മറന്നുപോകും. പിന്നെ അതല്ലെങ്കിൽ ഇതേപോലെ പോസ്റ്റർ കറക്ഷൻ ബാൻഡ്സ് ഹെൽപ്ഫുൾ ആണ്. പിന്നെ നമ്മൾ എപ്പോഴും ഒരു ഐ ലെവലിൽ വെച്ചിട്ട്, ഇപ്പം നമ്മൾ മൊബൈൽ കാണുന്നത് ഇറ്റ്സ് ഓക്കെ, പക്ഷെ നമ്മളത് മൊബൈൽ കുറച്ച് നമ്മൾ ഇങ്ങനെ ഒരു പൊസിഷനിൽ പിടിച്ചിട്ട് ഒരു ഐ ലെവലിൽ കീപ്പ് ചെയ്തിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് ബെറ്റർ ആണ്. പിന്നെ പോസ്റ്ററിൻ്റെ വേറെ കാര്യമാണ്, ഒന്ന് നമ്മുടെ നമ്മൾ മൊബൈൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുമ്പോഴുള്ള പൊസിഷൻ, വേറൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ കിടക്കുന്ന പൊസിഷൻ. അപ്പോൾ ഈ നെക്ക് ആൻഡ് ഷോൾഡർ ഇഷ്യൂസിന് എപ്പോഴും നമ്മുടെ ബാക്ക്, നമ്മുടെ ഓൺ യുവർ ബാക്ക് കിടക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം നേരെ കൈയൊക്കെ താഴെ വെച്ച് നമ്മൾ അങ്ങനെ കിടക്കുന്നതാണ് നമ്മുടെ എന്ത് ഷോൾഡർ ഇഷ്യൂ ഉണ്ടെങ്കിലും അത് കറക്റ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് പൊസിഷൻ. ഒരു കാര്യം സോറി കേട്ടോ, പറഞ്ഞോളൂ. അപ്പം നമ്മൾ പല ആൾക്കാരും ചിലർ സൈഡിലേക്ക് കിടക്കുന്നവരുണ്ട്, ചിലർ വളഞ്ഞു കിടക്കുന്നവരുണ്ട്, ചിലർ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നവരുണ്ട്, ചിലർ തലയണ വെച്ച് കിടക്കുന്നുണ്ട്, വെക്കാതെ കിടക്കുന്നുണ്ട്. ഏതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു? അതെ, നമ്മളിപ്പോൾ ഒരു ഡൈജഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ അവർക്ക് നെക്ക് ആൻഡ് ഷോൾഡറിന് ഒരു ഇഷ്യൂ ഇല്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡ് ചെരിഞ്ഞ് കിടക്കുന്നതാണ് ഡൈജഷന് കുറച്ചും കൂടെ ബെറ്റർ എന്ന് നമ്മൾ പറയും. പക്ഷേ വേറൊരു കാര്യം, എനിക്കതിലൊരു ക്ലോസ് ആണ്, അതിന് നമ്മൾ ആ ഒരു സൈഡിൽ മാത്രമേ എനിക്ക് കിടക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സ്റ്റേജിലേക്ക് നമ്മൾ ആവരുത്. കാരണം ഞാനിപ്പോൾ കുറേ പേരെ കണ്ടിട്ടുള്ളതിൽ എല്ലാവരുടെയും ഒരു പ്രോബ്ലം അതാണ്, നമുക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചുറി വന്നു, പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചുറി വരുമ്പോൾ അവർക്ക് ഉറക്കം വരുന്നില്ല. ഒന്നാമത് നമുക്ക് പെയിൻ കൊണ്ട് ഉറക്കം വരുന്നില്ല, അതിൻ്റെ കൂടെ നമ്മുടെ പോസ്ചർ, നമ്മുടെ ഫേവറേറ്റ് പൊസിഷനിലല്ല നമുക്ക് കിടക്കുന്നത്, അതുകൊണ്ടും നമുക്ക് ഉറക്കം. അപ്പോൾ ഒരു ബെസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സേഫ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ യുവർ ബാക്ക് പൊസിഷൻ, അത് അങ്ങനെ കിടക്കുക. ഇനിയിപ്പോൾ അതെല്ലാം നമുക്ക് കുറച്ചൊക്കെ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെരിഞ്ഞ് കിടക്കാം. പക്ഷേ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു റൈറ്റ് സൈഡിൽ ഷോൾഡർ ജോയിൻറ്റിന് ഇഷ്യൂ ഉണ്ടെങ്കിൽ അങ്ങോട്ട് കിടക്കരുത്. സാധാരണ ഞാൻ പറയാറുള്ളത് 80% നേരെ കിടക്കുക, എന്നിട്ടൊരു 20% നിങ്ങളുടെ ഇഞ്ചുറി ഇല്ലാത്ത സൈഡിലേക്ക് വേണമെങ്കിൽ കിടക്കാം. അതാണ് ഒരു നെക്ക് ആൻഡ് ഷോൾഡർ ഇഷ്യൂസിൻ്റെ ഇത്. പിന്നെ ഇപ്പം ലോവർ ബാക്ക് പറയുകയാണെങ്കിൽ, ലോവർ ബാക്ക് പെയിനും ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ ഹിപ്പിലോ എവിടെയെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അങ്ങോട്ട് അധികം, മോസ്റ്റ്ലി നേരെ കിടക്കുന്നതാണ് ജോയിൻറ്റ് ഇഷ്യൂസ് വെച്ച് പറയുകയാണെങ്കിൽ സേഫസ്റ്റ്.